ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തേക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയാണ് അദ്ദേഹം നിയമിതനായത്. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ നിയമനത്തോടെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കുചേർന്നത് ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. രാജ്യത്തെ നിയമരംഗത്തെ പരമോന്നത പദവിയായ സുപ്രീം കോടതിയുടെ തലവനെ നിയമിക്കുന്നതിന്റെ ഔദ്യോഗിക ചടങ്ങ് എല്ലാവിധ ഗാംഭീര്യത്തോടെയും പൂർത്തിയായി. ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരം ഏറ്റെടുത്തത് നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചതിനെ തുടർന്നാണ്. ജസ്റ്റിസ് ഗവായിയുടെ കാലയളവിൽ സുപ്രീം കോടതി കൈക്കൊണ്ട നിർണായകമായ പല തീരുമാനങ്ങളുടെയും തുടർച്ച ഏറ്റെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ കാത്തിരിക്കുന്നത്. ഹരിയാന സംസ്ഥാനത്തെ ഹിസാർ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയെന്ന ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ നിയമനം. അദ്ദേഹത്തിന്റെ ഈ ഉയർച്ച ഹരിയാനയിലെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. 2024 ഒക്ടോബർ 30-നാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുറത്തിറക്കിയത്.